തിരുവമ്പാടി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ മനുഷ്യ-വന്യജീവി സംഘർഷം വലിയ പ്രശ്നമാണെന്ന് പ്രിയങ്ക ഗാന്ധി എംപി പറഞ്ഞു. തിരുവമ്പാടി മണ്ഡലം യു.ഡി.എഫ് സ്ഥാനാർത്ഥി സി.കെ. കാസിമിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ശ്രീ വി.ഡി. ജോസഫ് ജി, ശ്രീ സി.പി. ചെറിയൻ മുഹമ്മദ് ജി, ശ്രീ ബാബു മാസ്റ്റർ ജി, ശ്രീ ഹുസൈൻ കുട്ടി ജി, our esteemed candidate Shri C.K. Kasim ji, all our colleagues from the UDF and the Congress Party, the IUML, who are on stage today. Thank you very much for being here today, and thank you my sisters and brothers for waiting for me for so long. I'm very sorry I got a little late. വേദിയിലുള്ള ഏറ്റവും പ്രിയങ്കരായ നേതാക്കന്മാരെ, ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ ഒരു ക്ഷമാപണം നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒട്ടേറെ വൈകിയാണ് ഞാൻ ഇവിടെ എത്തിയത്. നിങ്ങൾ എന്നെ കാത്തിരുന്നു, അതിന് ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവളാണ്. ഒരു ക്ഷമാപണം കൂടി ഞാൻ പറയുകയാണ്. So I have been your MP now for about 1.5 years. ഞാനിപ്പോൾ 1.5 വർഷക്കാലമായിട്ട് നിങ്ങളുടെ ജനപ്രതിനിധിയാണ്, MP എന്ന നിലയിൽ. And it's truly been a great honor for me to represent you in Parliament. എന്നെ സംബന്ധിച്ചോളം നിങ്ങളെ പ്രതിനിധീകരിക്കുക എന്നുള്ളത് വലിയ ഒരു അംഗീകാരമായി തന്നെയാണ് ഞാൻ കാണുന്നത്. ഓരോ വർഷവും വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് നിരവധി പേരാണ്. കാർഷിക മേഖലയിൽ വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം വ്യാപകമായ കൃഷിനാശം സംഭവിക്കുന്നത്. അത് പരിഹരിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കാതെ സംസ്ഥാന സർക്കാർ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. കൂട്ടമായി പരിഹരിക്കേണ്ട ഒരു വിഷയമെന്ന നിലയ്ക്ക് പ്രശ്നപരിഹാരത്തിനായി താൻ ശ്രമിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഒരു നിലയ്ക്ക് സംരക്ഷണം നൽകുന്നില്ല, അവർ പറഞ്ഞു. രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലാത്തതാണ് അതിന് കാരണം. കഴിഞ്ഞ 10 വർഷത്തിനിടെ കർഷകർ അനുഭവിച്ച പ്രശ്നങ്ങൾ ഒട്ടും കുറഞ്ഞിട്ടില്ല. സർക്കാർ നിസ്സഹകരണം എല്ലാ മേഖലയിലെ കർഷകരും പറയുന്നു. സംസ്ഥാനത്ത് വിലക്കയറ്റം അതിരൂക്ഷമായി തുടരുകയാണ്. പാചകവാത പ്രതിസന്ധിയിലും സർക്കാരിന് ഒന്നും ചെയ്യാനാവുന്നില്ല. കേരളത്തിൽ യുവാക്കൾക്ക് തൊഴിലവസരമില്ലാത്ത അവസ്ഥയാണ്. മതന്യൂനപക്ഷങ്ങൾ ആക്രമണത്തിന് ഇരയാവുന്നു. FCRA നിയമ ഭേദഗതി രാജ്യത്തെ ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വൻ തിരിച്ചടിയാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. നാടാകെ വൻ പ്രതിസന്ധിയിലാവുമ്പോൾ അതിനെ തരണം ചെയ്യാനാവുന്ന ഒരു നേതാവിനെയാണ് വേണ്ടത്. പക്ഷെ കേരളത്തിലും കേന്ദ്രത്തിലും അതിന് പറ്റിയൊരു നേതാവില്ല. അവർ സ്വയം താൽപര്യത്തിനായി ഭീരുവായി കഴിയുകയാണെന്നും കേരള മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഭീരുക്കളാണെന്നും അവർ പറഞ്ഞു. കേരളത്തിൽ മുഖ്യമന്ത്രി BJPയുമായി ധാരണയുണ്ടാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ വ്യാപാര കരാർ കർഷകരെ സംബന്ധിച്ച് വൻ തിരിച്ചടിയാണ്. മോദിയുടെ ഭയത്തിന് നാം നൽകുന്ന വിലയാണ് കരാറെന്നും പ്രിയങ്ക പറഞ്ഞു. സമ്പന്നമായ പൈതൃകവും സംസ്കാരവുമുള്ള നാടാണ് കേരളം. ജനാധിപത്യ സംവിധാനം ഉയർന്ന നിലയിലാണ്. സമത്വത്തിനും സത്യത്തിനും നീതിക്കും പോരാടുന്ന നാടാണിത്. അടുത്ത തലമുറയ്ക്ക് കൂട്ടമായ ഉത്തരവാദിത്വങ്ങളുണ്ട്. കേരളത്തിൽ മാറ്റത്തിനായുള്ള അവസരമാണ്. അധികാരം ജനങ്ങൾ നൽകുന്നതാണെന്നും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സർക്കാരിനെ അധികാരത്തിലെത്തിക്കാൻ സമയമായെന്നും പ്രിയങ്ക പറഞ്ഞു. ചടങ്ങിൽ ബാബു പൈക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. CP ചെറിയ മുഹമ്മദ്, ഷിനോയ് അടക്കാപ്പാറ, VK ഹുസൈൻകുട്ടി, MT അഷ്റഫ്, BP റഷീദ്, CK കാസിം തുടങ്ങിയവർ സംസാരിച്ചു. VD ജോസഫ്, PG മുഹമ്മദ്, മഞ്ജുഷ മാത്യു, BP റഷീദ്, അഡ്ഡു മോഹൻലാൽ, ഹെലൻ ഫ്രാൻസിസ്, M സിറാജുദ്ദീൻ, TJ റോയി, യൂനസ് പുത്തലത്ത്, CJ ആന്റണി, CA മുഹമ്മദ്, VA നസീർ, KP അബ്ദുറഹിമാൻ, ഗഫൂർ കല്ലിറുട്ടി, ദാവൂദ് മുത്താലം, മജീദ് പുൽക്കൂടി, MT സയ്യിദ് ഫൈസൽ, നിഷാദ് വിച്ചി, VN ഷുഹൈബ്, PM സുബൈർ ബാബു, സമാൻ ചാലൂളി, K കോയ്, സലാം തേക്കുംകുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ്, മുക്കം.